നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ നീ എന്താണ് ഈ കാണിക്കുന്നേ? അത് കളയടാ. എടാ എടാ അത് കളയാൻ. അമ്മ വാ, ഇത് നമ്മുടെ ദിവസമല്ലേ. എടാ അത് കളയാൻ. എടാ നീ ഇത് തോന്നിവാസാണ് ഈ കാണിക്കുന്നേ. എടാ എടാ നിർത്തടാ. പടക്കം കളയാൻ. കളയാനല്ലേ പറഞ്ഞത്? എടാ കളയാൻ. എടാ ദിവ്യയുടെ കുഞ്ഞ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ അറിയാവോ? അറിയാം, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ കുഞ്ഞ്. മോളുടെ വീട് എവിടെയാ? ആരാ മോളുടെ അച്ഛൻ? അച്ഛന്റെ പേര് ഇതിലേക്ക് വെറുതെ വലിച്ചയക്കണ്ട, അത് ശരിയാവില്ല. ചേട്ടാ ഞാൻ നുണ പറയുന്നതല്ല, എനിക്ക് കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയും നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് വീട്ടിലാണെന്ന് പറയൂ. നിങ്ങൾ എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുമായി സ്റ്റേഷനിലേക്ക് പോവാം. അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങള്. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞിന്റെ അമ്മയെ വിളിപ്പിക്കാം. എന്ത് പറ്റി ഋതിക മാഡം? എന്താ ദിവ്യ എവിടെ? ഇത് ദിവ്യയുടെ കുഞ്ഞല്ലേ? രാജു, ദിവ്യ കാണാനില്ല. കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ദിവ്യ എവിടേക്കോ പോയി. ഈ ചേട്ടനെ കുഞ്ഞിനെ കണ്ടത്. ചേട്ടാ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല മോനെ, ഞാൻ ഈ കുഞ്ഞിവിടെ കിടക്കുന്നതാ കണ്ടത്. താൻ വർമ്മ സാറിന്റെ PA രാജു അല്ലേ? അതെ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ. വലിയ വലിയ വീടുകളിലെ ഇടപാടുകൾക്കിടയ്ക്ക് വെറുതെ കയറി പണി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കുഞ്ഞിനെ വാങ്ങാം. രാജു ദാ. ഋതിക മാഡം, ദിവ്യ അറിയില്ല രാജു, എനിക്കെന്തോ പേടിയാവുന്നു. ദിവ്യ വല്ല കടുങ്കയും ചെയ്തു കാണുമെന്ന്. മാഡം, ഇതൊരു ആത്മഹത്യക്കുറിപ്പാ. രാജു, ഇത് നമ്മൾ എന്ത് ചെയ്യും രാജു? മാഡം, ദിവ്യ, എന്റെ മോൻ. ഞാൻ മരിച്ചേക്കാന്ന് ഓർത്ത് പോയതാ രാജുവേട്ട. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുഖം ഓർത്തപ്പോ എനിക്കതിന് സാധിച്ചില്ല. ദിവ്യ, നീ എന്ത് പണിയാ കാണിക്കാൻ പോയത്? മരിക്കാനോ? ഒരു കുഞ്ഞുണ്ടായിട്ട് അവന്റെ ഭാവി പോലും നോക്കാതെ നീ എന്താ കാണിക്കാൻ പോയത്? ദീപക് അവനൊരു വിവരമില്ലാത്തവനാ. അവൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയാണോ നീ? ഈ കുഞ്ഞിനെ നിനക്ക് വളർത്തണ്ടേ? ഈ കുഞ്ഞ് വളരുന്ന നിനക്ക് കാണണ്ടേ? ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ? മതി രാജു, ഇവിടെ വഴിയിൽ നിന്നും ബാളം ഉണ്ടാക്കണ്ട. ആദ്യം നമുക്ക് ദിവ്യം കുഞ്ഞിനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. ശരി ഋതിക മാഡം. ഇന്നേ ആഘോഷത്തിന്റെ ദിവസ. ദീപക്ക് വിചാരിച്ച പോലെ തന്നെ ദിവ്യ അവളുടെ കുഞ്ഞുമായി ഈ പടി ഇറങ്ങിപ്പോയി. എന്നെ സീറോ ആക്കാൻ ശ്രമിച്ചവരുടെ മുന്നിലേ ഞാൻ ഹീറോ ആയി.
കാണിക്കുന്നേ? അത് കളയടാ. എടാ എടാ അത് കളയാൻ. അമ്മേ അമ്മ വാ, ഇത് നമ്മുടെ ദിവസമല്ലേ. എടാ അത് കളയാൻ. അമ്മേ ലെറ്റ്സ് എൻജോയ്. എടാ നീ ഇത് തോന്നിവാസാണ് ഈ കാണിക്കുന്നേ? എടാ എടാ നിർത്തടാ. എടാ പടക്കം കളയാൻ. കളയാനല്ലേ പറഞ്ഞത്? എടാ കളയാൻ. എടാ അമ്മ എന്തിനാ അമ്മ എന്നെ തല്ലിയേ? എടാ തോന്നിവാസം കാണിച്ചിട്ട് എന്തിനാണെന്നോ? എടാ ഇവിടെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? നീ എന്തിനാ ഇപ്പൊ പടക്കം പൊട്ടിച്ചേ? അവള് പോയില്ലേ ആ ദിവ്യ? അതിന് അതിന്റെ ആഘോഷ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം പാർട്ടി കൊടുത്തു. ഓ എടാ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് ബോധമില്ലാതെ ഓരോ തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എടാ തല തെറിച്ചവനെ. അമ്മയ്ക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വിടാൻ. എന്റെ ഉള്ളിൽ തീവായിട്ടാ ഞാൻ ഇത്രയും ദിവസം നടന്ന്. ആ DNA റിപ്പോർട്ടിലെ ഞാനാണ് ദിവ്യയുടെ കൊച്ചിന്റെ അച്ഛനെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതെങ്ങനെ ഈ വീട്ടിലെല്ലാരും അറിഞ്ഞിരുന്നെങ്കിലേ അവളെയും അവളുടെ കുഞ്ഞിനെയും ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വന്നേനെ. എടാ നീ ഇതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു കൂവി ആരെങ്കിലും അത് കേട്ടു കഴിഞ്ഞാ എടാ അത് അതിലും വലിയ പ്രശ്നമാകും. ശേഖരനും യാമിനും ഒക്കെ പുറത്തു പോയത് ഭാഗ്യം. അല്ലെങ്കിൽ നീ ഈ പടക്കം പൊട്ടിച്ച കാര്യമൊക്കെ അവര് പ്രതാപനോട് പോയി പറയില്ലായിരുന്നോ? എടാ നീ ഇങ്ങോട്ട് വന്നേ. കുറച്ച് പടക്കൂടെ പൊടിക്കണം. ഇങ്ങോട്ട് വരാൻ. ഒറ്റ വീക്ക് ഞാൻ വെച്ചല്ലോ പടക്കം തൊട്ട്. എങ്ങോട്ട് കൊണ്ടുപോവാ? ഇങ്ങോട്ട് വീടമ്മേ കാണിക്കുന്ന ഇവനെ പൂട്ടിയിടാൻ പോവാണോ? ഇങ്ങോട്ട് വരാൻ. അവിടെ കിടക്കണം. എന്ത് വെളിവില്ലാത്ത പരിപാടിയാണ് നീ കാണിച്ചത്? ഒരു പ്രശ്നം തീർത്തു വരുമ്പോ അടുത്ത പ്രശ്നം. എടാ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയേ? നീ കുടിച്ച കാര്യം എങ്ങാനും പ്രതാപൻ അറിഞ്ഞാലേ ഇവിടെ അടുത്ത പുകിലുണ്ടാവും. എടാ നിനക്കൊരു വാണിംഗ് അവൻ തന്നതാ. അവള് പോയി അമ്മേ. ഞാൻ ഈ നാട് മുഴുവൻ തെരഞ്ഞു, എന്റെ ഫ്രണ്ട്സിനെ വിട്ടു തെരയിച്ചു. അവളിവിടെ എങ്ങുമില്ല. അവളാ കുഞ്ഞായിട്ട് നാട് വിട്ടുപോയി. ഇനി ഒരിക്കലും വരില്ല. ആണോ? അക്കാര്യത്തിലൊരു സമാധാനമുണ്ട്. എടാ പക്ഷെ നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെയാടാ? എടാ പിന്നെ സന്തോഷം വരുമ്പോ ആഘോഷിക്കണ്ടേ അമ്മേ? അവന്റെ ഒരു ആഘോഷം. കിടക്ക നല്ലല്ലേ? ഇല്ല അമ്മേ, എനിക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാമോ? ഇനി ഫുഡ് കഴിക്കാൻ നീ വരണ്ട. നിനക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിനക്ക് എന്താ വേണ്ടേ? എന്താ ഇവിടെ ഉള്ളത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉള്ളതെല്ലാം ഇങ്ങ് എടുത്തോണ്ട് വാ. അയ്യോ വിശക്കുന്നേ. ഇത്രയും ദിവസേ ടെൻഷൻ കാരണം ശരിക്കും ആഹാരം പോലും കഴിച്ചില്ല. അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങ് കൊണ്ടുവാ. എടാ ഞാൻ കൊണ്ടുവരാം. എടാ നീ അനങ്ങാതെ ഇവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. ഓ നിന്റെ ദൈവമേ. അവള് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.